എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് മേൽ 25% എക്സ്ട്രാ താരിഫ് അടിച്ചേൽപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിന്റെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ റഷ്യയുടെ പക്കൽ നിന്ന് ഓയിൽ വാങ്ങുന്നു. പിന്നെ അതുമാത്രമല്ല, പ്രതിരോധ രംഗത്ത് ഒരുപാട് സഹകരണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റഷ്യ ഉക്രൈൻ വാർ. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട മെയിൻ സ്പോൺസർ ഇന്ത്യ ആണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരും ദിവസങ്ങളിൽ ഈ 25% അതിലും കൂടുതൽ, ഏകദേശം 30-40% അടുത്ത് താരിഫ് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് സഹകരിക്കരുത്, അത് ബ്രിക്സ് രാജ്യങ്ങൾ ആ കൂട്ടായ്മ പിരിച്ചുവിടണം, റഷ്യയുമായിട്ട് ആയുധ സഹകരണം ഒരിക്കലും പാടില്ല എന്ന്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം, അതായത് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കിനിപ്പോൾ ഇന്ത്യ പുല്ലുവില കൽപ്പിച്ചു എന്ന് വേണം തന്നെ പറയാൻ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അജിത് ഡോവൽ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ കൂടിയായ അജിത് ഡോവൽ റഷ്യയിൽ പറന്നിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ റഷ്യയിൽ പറന്നിറങ്ങിയ എന്തിനാണ്? അതായത് ആയുധ രംഗത്തെ, പ്രതിരോധ രംഗത്തെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ റഷ്യയുടെ പക്കൽ നിന്ന് സുഖോയ് വിമാനങ്ങൾ വാങ്ങുന്നുണ്ട്, S-400 വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ പരിഷ്കരിച്ച രൂപങ്ങൾ റഷ്യ നമുക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് S-500 പിന്നെ സുഖോയ് S-25 പോലുള്ള വിമാനങ്ങൾ ഇന്ത്യക്ക് തരുമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പല ഡീലുകളും ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ഡീലുകൾ സൈൻ ചെയ്യാനല്ല, അതായത് പ്രതിരോധ രംഗത്ത് സഹകരണം ഉണ്ടാകുമ്പോൾ ഉന്നതതല ചർച്ചകൾ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അജിത് ഡോവൽ റഷ്യയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ റഷ്യയിലെ പ്രതിരോധ വിദഗ്ധന്മാരുമായിട്ട് അജിത് ഡോവൽ ഏകദേശം 1-2 ദിവസം ഓൾറെഡി ചർച്ച നടത്തി കഴിഞ്ഞു. അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഡോവൽ റഷ്യയിലേക്ക് പോയത്. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിയും അങ്ങനെയുള്ള റഷ്യയുമായിട്ടുള്ള കരാറുകളൊക്കെ അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഭീഷണി മുഴക്കിയതിന് ശേഷമാണ് ഡോവൽ അങ്ങോട്ട് ചെന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം നമ്മുടെ S-400 റഷ്യയാണ് നമുക്ക് തന്നത്. പക്ഷേ ഈ ഉക്രൈൻ റഷ്യ വാറിൽ റഷ്യയുടെ S-400 ഉക്രൈൻ പെട്ടെന്ന് അടിച്ചിട്ടു. അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യ മറ്റു പല കാര്യങ്ങളും ആശ്രയിക്കാതെ അതിനൊരു ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് S-400 കണ്ടത്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഈ പാകിസ്ഥാൻ്റെ ഒരു ഡ്രോണുകളും ഒരു ആയുധങ്ങളും ഇന്ത്യൻ ലാൻഡ് ടച്ച് ചെയ്തില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് വെച്ചാൽ S-400 തന്നെയാണ്. പക്ഷേ അത് ഇൻഡിപെൻഡൻ്റ് അല്ല, ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആയിട്ടാണ് S-400 ഉപയോഗിക്കുന്നത്. അപ്പോൾ റഷ്യക്കും അതിൽ താല്പര്യമുണ്ട്. ഈ ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം റഷ്യക്കും ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ പരസ്പരം ഈ ഡിഫൻസ് രംഗത്തെ സഹകരണം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അജിത് ഡോവൽ റഷ്യയിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് അമേരിക്കക്ക് തന്നെ വലിയൊരു ക്ലിയർ മെസ്സേജ് ആണെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക പറഞ്ഞല്ലോ പ്രതിരോധ രംഗത്ത് ഒരു സഹകരണം റഷ്യയായിട്ട് പാടില്ല എന്ന്. അപ്പോൾ അതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ്, പോടാ പുല്ലേ എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ അജിത് ഡോവലിനെ റഷ്യയിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, അത് F-35 വിമാനങ്ങൾ അമേരിക്ക ഇന്ത്യക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. അത് നരേന്ദ്രമോദി അവസാനം അമേരിക്കയിൽ വിസിറ്റ് ചെയ്തപ്പോൾ അമേരിക്ക ഒഫീഷ്യലായിട്ട് പറഞ്ഞതാണ് F-35 ഇന്ത്യക്ക് തരാമെന്ന്. പക്ഷേ ഇപ്പോൾ ഈ പുതിയ സംഭവവികാസങ്ങളുടെ പുറത്ത്, അതായത് പുതിയ ജിയോ പൊളിറ്റിക്കലായ മാറ്റങ്ങൾ അതിൻ്റെ പുറത്ത് ഇന്ത്യ അമേരിക്കയോട് പറഞ്ഞു, F-35 നമുക്ക് ആവശ്യമില്ല, ഞങ്ങൾ റഷ്യയുടെ പക്കൽ നിന്ന് സുഖോയ് S-35 വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്ത്യ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ട് അമേരിക്കയുടെ പക്കൽ നിന്ന് F-35 വാങ്ങുന്നില്ല എന്ന്. അപ്പോൾ അതിന് ഇന്ത്യ കൊടുത്ത ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ F-35 നമ്മൾ അമേരിക്കയുടെ പക്കൽ നിന്ന് വാങ്ങുമ്പോഴല്ലോ അതിന് ടെക്നോളജി ഷെയർ ചെയ്യില്ല. അതിനെന്തൊക്കെയാണ് നടക്കുന്നത്, അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനോ എന്തെങ്കിലും അതിന് കൂടുതൽ അതിൽ ചേർക്കാനോ, അതായത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾക്കനുസരിച്ച് അതിനെ പാകപ്പെടുത്താൻ വേണ്ടി അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടി നമുക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ടെക്നോളജി നമുക്കറിയില്ല, അതിൻ്റെ സോഴ്സ് കോഡ് നമ്മുടെ കയ്യിലില്ല. പക്ഷേ സുഖോയ് S-35 റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ സോഴ്സ് കോഡ് അടക്കമാണ് വാങ്ങുന്നത്, അതിൻ്റെ ടെക്നോളജി ചേർത്താണ് വാങ്ങുന്നത്. അത് നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ പാകിസ്ഥാനായിട്ടാണ് നമ്മുടെ മെയിൻ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാനോ അവിടെ കയറി എന്തെങ്കിലും ചെയ്യാനോ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ ഭൂപ്രദേശത്തിന് അനുകൂലമായ, അതായത് ഭൗമശാസ്ത്രപരമായ പല പല കാര്യങ്ങളും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇതിനകത്ത് ടെക്നോളജി ഉണ്ട്, എന്ത് മോഡിഫിക്കേഷൻ വേണമെങ്കിലും നമുക്ക് വരുത്താം. പക്ഷേ അതുകൊണ്ടാണ് ക്ലിയർ മെസ്സേജ് അമേരിക്ക കൊടുത്തത്, അതായത് നിങ്ങൾ സോഴ്സ് ടെക്നോളജി നമുക്ക് ഷെയർ ചെയ്തില്ല, പക്ഷേ റഷ്യ നമുക്ക് ടെക്നോളജി ഷെയർ ചെയ്യുന്നുണ്ട്, അതാണ് കൂടുതൽ ഞങ്ങൾക്ക് അനുയോജ്യം, അതായത് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾക്കനുസരിച്ച് ഇതിനെ പാകപ്പെടുത്തിയെടുക്കാൻ ഇതാണ് നമുക്ക് ബെസ്റ്റ് എന്നുള്ള ക്ലിയർ മെസ്സേജ് കൊടുത്തിരുന്നു. ഇത് ശരിക്കും ഡൊണാൾഡ് ട്രംപിനെ ശരിക്കും ചൊടിപ്പിച്ചിരിക്കുകയാണ്. അത് എന്താ പറയുക, റഷ്യയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് റഷ്യയായിട്ട് പെട്ടെന്ന് റഷ്യയോട് പറഞ്ഞു, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, പെട്ടെന്ന് നിങ്ങൾ ഉക്രൈനായിട്ടുള്ള യുദ്ധം ഏകദേശം 2 ദിവസം 48 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അത് 12 ദിവസമാക്കി നീട്ടിക്കൊടുത്തു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ളാഡിമിർ പുടിനും റഷ്യയൊക്കെ കേൾക്കുമോ? പോടാ പുല്ല് എന്നുള്ള ഒരു സ്റ്റാൻഡ് തന്നെയാണ് റഷ്യയും സ്വീകരിക്കുന്നത്. അപ്പോൾ റഷ്യക്കും ഒരു തരത്തിലുള്ള ഇതുമില്ല, അതായത് ഈ ഉക്രൈൻ യുദ്ധം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുടിൻ്റെ തീരുമാനം തന്നെ, പുടിൻ ആഗ്രഹിച്ച ഒരുപാട് ഉക്രൈൻ്റെ ഭാഗം
ഭാഗത്തുള്ള ഒരുപാട് ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ തന്നെയാണ് പുട്ടിൻ്റെ തീരുമാനം. അതിലൊരു മാറ്റമില്ല. അതിന് അമേരിക്കയല്ല, ട്രംപിന് ആര് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും പുട്ടിൻ എന്താ പറയുക, പുട്ടിൻ്റെ ആഗ്രഹമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ജിയോ പൊളിറ്റിക്കലായിട്ട് എന്താ പറയുക, പല പല പ്രഷറൈസ് വരികയാണ് ഇന്ത്യക്കും റഷ്യക്കും മേൽ. പക്ഷേ ഈ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങൾ പോലും ഇപ്പോൾ എന്താ പറയുക, റഷ്യയും ഇന്ത്യയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ബ്രിക്സിൻ്റെ കറൻസി, അതായത് കോമൺ കറൻസി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചൂട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ചൈന തന്നെ ഈ അമേരിക്കക്കിട്ട് പണിയുന്ന ഒരു ഘട്ടം വരുന്നുണ്ട്. അതായത് ചൈന തന്നെ പല മൂലകങ്ങളും ഇപ്പോൾ അമേരിക്കക്ക് കൊടുക്കാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് വലിയ രീതിയിൽ അമേരിക്കയുടെ ഈ പ്രതിരോധ രംഗത്ത് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിന് വിശദമായ ഡീറ്റെയിൽസ് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അജിത് ഡോവൽ റഷ്യയിൽ പോയത് തന്നെ അമേരിക്കയ്ക്കുള്ള ഒരു ക്ലിയർ മെസ്സേജാണ്. അപ്പോൾ ഇനി ക്ലിയർ മെസ്സേജാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഇന്ത്യ പല പല പുതിയ പുതിയ കാര്യങ്ങളും, അതായത് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച പല വിമാനങ്ങളും ഓപ്പറേഷൻ സിന്ദൂരിൽ അതിൻ്റെ സ്ട്രൈക്ക് റേറ്റും ഹിറ്റ് റേറ്റിൽ പ്രൂവ് ചെയ്ത ഒരുപാട് ആയുധങ്ങളുണ്ട്. അത് അധികം അതിൻ്റെ പേരുകളോ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളോ പുറത്തു വന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ റഷ്യ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധത്തിൽ ഞാൻ പറഞ്ഞില്ലേ, പുടിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതായത് ഈ യുക്രൈൻ്റെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിൽ ഉക്രൈനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൾപ്പെടുത്തിയ ഒരുപാട് ആയുധങ്ങൾ റഷ്യ ഉപയോഗിക്കാൻ പോകുന്നു. അതായത് റഷ്യ ഇന്ത്യയുടെ പക്കൽ നിന്ന് വാങ്ങുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരിക്കും ഇത് ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള എന്താ പറയുക, ഒരു അഭിമാനം തരുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. അതായത് റഷ്യ പോലുള്ള ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ എന്താ പറയുക ഉൽപ്പാദിപ്പിക്കുന്ന, ടെക്നോളജി ഉപയോഗിച്ച് നല്ല ശക്തമായ സ്ട്രൈക്ക് റേറ്റും ഹിറ്റ് റേറ്റും 95 എബോവ് ഉള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കാരാണ് റഷ്യ. അതായത് പ്രഹരശേഷി അതീവ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്, അത്തരം കാര്യങ്ങളാണ് അവർ നിർമ്മിക്കുന്നത്. അവർ പോലും മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ വാങ്ങാൻ പോകുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തന്നെയാണ്, അതായത് പ്രതിരോധ രംഗത്തെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി, അതായത് മുമ്പ് എത്രയാണോ ഉണ്ടായത് അതിൻ്റെ 10 മടങ്ങ്, ഇരട്ടിയിലല്ല 3 ഇരട്ടി 4 ഇരട്ടി മടങ്ങ് സഹകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഡോവൽ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ റഷ്യയിൽ നിന്ന് ഒരു ഉന്നത സംഘം ഇന്ത്യയിൽ വന്നിട്ട് ഈ എന്താ പറയുക, ഈ പറഞ്ഞ ആയുധങ്ങൾ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങളൊക്കെ എന്താ വാങ്ങാനുള്ള ഒരു വലിയ കരാർ സൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ശരിക്കും അമേരിക്കക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അതായത് അമേരിക്കയുടെ പക്കൽ നിന്ന് അമേരിക്കയുടെ ആയുധം വേണ്ട എന്ന് പറഞ്ഞിട്ട് റഷ്യയുടെ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ഓൾറെഡി 25% എക്സ്ട്രാ ടാക്സ് ഏർപ്പെടുത്തുന്നത് തന്നെ അമേരിക്കയായിട്ട് ഈ സഹകരണമാണ്. അപ്പോൾ അതവിടെ നിലനിൽക്കെ തന്നെ ഇന്ത്യ ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച് വീണ്ടും സഹകരണം മെച്ചപ്പെടുത്താൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ പരസ്യമായിട്ട് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു 3ാം ലോക മഹായുദ്ധത്തിനുള്ള ഒരു പുറപ്പാടോ വേണമെന്ന് ശരിക്കും ലോകരാജ്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും അമേരിക്കയുടെ വെല്ലുവിളിക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കാൻ ഒരു ഉദ്ദേശമില്ല. അതുമാത്രമല്ല, അമേരിക്ക കൂടുതൽ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇങ്ങോട്ടധികം കളിച്ചു കഴിഞ്ഞാൽ പണി അങ്ങോട്ട് തരും എന്നുള്ള ക്ലിയർ മെസ്സേജ് തന്നെയാണ് ഇന്ത്യ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഈ അജിത് ഡോവൽ റഷ്യയിൽ ഇറങ്ങിയിട്ട് ഇത്തരത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 ദിവസമായി അജിത് ഡോവൽ റഷ്യയിൽ എത്തിയിട്ട്. അപ്പോൾ വരും ദിവസങ്ങൾ റഷ്യൻ ഡിഫൻസ് സെക്ടറിലെ ഉന്നത ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് വലിയ കരാർ സൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ കുതിപ്പിന് വലിയ രീതിയിൽ ഉത്തേജനം ഉണ്ടാകുന്ന കാര്യമാണ്. അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ആയുധങ്ങൾ മറ്റൊരു രാജ്യം വാങ്ങുന്നു, അത് മറ്റൊരു രാജ്യത്തിനെതിരെ പ്രയോഗിക്കാൻ എന്താ പറയുക, അവർക്ക് പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ എന്തിനാലും അജിത് ഡോവൽ അവിടെ എത്തിയിട്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ അമേരിക്കയെ കൂടുതൽ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ മണ്ടക്കെട്ട് കൊടുക്കുന്ന ഒരു അടി തന്നെയായിരിക്കും അത് നേരത്തിൽ, ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.